തന്നെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി ഒരു +1 വിദ്യാർത്ഥി ചീറിയടുത്തത് മറ്റെവിടെയുമല്ല, പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സ്വകാര്യ സ്കൂളിലായിരുന്നെങ്കിൽ ഈ സംഭവം പുറത്തറിയില്ലായിരുന്നു. ഇതൊരു സർക്കാർ സ്കൂളായതുകൊണ്ട് ശക്തമായ ഒരു PTA ഉള്ളതുകൊണ്ട് വിഷയം പുറത്തറിഞ്ഞു, പോലീസ് ഇടപെട്ടു. സ്വകാര്യ സ്കൂളിലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം തേച്ചു മാച്ച് കളഞ്ഞനെ. അത്തരം മാനസിക വൈകല്യമുള്ളൊരു വിദ്യാർത്ഥി ഇന്നും സമൂഹത്തിൽ വളരെ സ്വതന്ത്രനായി ഇറങ്ങി നടന്നേനെ. ഇവിടെ മൊബൈൽ ഫോൺ തിരികെ വേണമെന്ന ആവശ്യമായി വിദ്യാർത്ഥി പ്രധാന അധ്യാപകൻ്റെ മുറിയിലെത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ്. ഫോൺ തന്നില്ലെങ്കിൽ പുറത്തിറങ്ങി തീർത്ത് കളയുമെന്നും കൊന്നുകളയുമെന്നും വരെ ആ 16-കാരൻ കൊലവിളിച്ചു. ഇതൊന്നും ദയവ് ചെയ്ത് കുട്ടികൾ അനുകരിക്കരുത്. എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ സ്വഭാവം ഭയങ്കര കാലാവസ്ഥ വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെയും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഇന്നിന്റെ ഫോണുണ്ടോ? ഫോണുണ്ടോ? ഇതിനെ കേരളം അത്ര നിസ്സാരമേക്കാനുണ്ട. നമ്മുടെ പല കുട്ടികളും ഇത്തരത്തിൽ മൊബൈൽ അഡിക്റ്റാണ്. ഈ സംഭവത്തിൽ മൊബൈൽ അഡിക്ഷൻ മാത്രമായിരിക്കില്ല കാരണം. അതിലൂടെ എന്തെങ്കിലും വിവരങ്ങൾ അധ്യാപകർ അറിയാൻ പാടില്ലാത്തതാണ്, അത് ഫോണിനുള്ളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ 16-കാരൻ ഇങ്ങനെ കൊലവിളി നടത്തിയത്. എന്തായാലും വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യം തീരുന്നില്ല. ഈ വൈകൃത മനസ്സിനുടമയായ വിദ്യാർത്ഥി എന്നും സമൂഹത്തിനൊരു ഭീഷണി തന്നെയായിരിക്കും. അവന് വേണ്ടത് ചികിത്സയും കൗൺസിലിങ്ങുമാണ്. അതിനെ അധികൃതർ തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൻ കാട്ടിക്കൂട്ടണം എന്ന അവസ്ഥയാണോ? എങ്കിൽ അതിനുള്ള സാവകാശം ആ വിദ്യാർത്ഥിക്ക് നൽകുന്ന അധികൃതരാകും എന്ത് സംഭവിച്ചാലും അതിൻ്റെ പ്രാഥമിക ഉത്തരവാദികൾ. ഇത് പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ നടന്നൊരു വെളിപ്പെടുത്തൽ ഇംഗ്ലണ്ടിനെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തിയതാണ്. സ്കൂളിൽ സ്ഥിരം പ്രശ്നക്കാരായിരുന്ന ആക്സൽ റുഡകുബാന എന്ന 18-കാരനെ ആ സ്കൂളിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. അധ്യാപകരോടുള്ള കടുത്ത ദേഷ്യവും സഹവിദ്യാർത്ഥികൾ കറുത്തവർഗക്കാരായ തന്നോട് വിവേചനം കാട്ടുന്നു എന്നുമുള്ള തെറ്റായ തോന്നലും അവനെ കടുത്ത വംശീയ വൈരിയേക്കാണ് മാറ്റിയത്. പിന്നെ നടന്നത് ബ്രിട്ടനിൽ നടക്കിയ ടൈലർ സ്വിഫ്റ്റ് തീം ഡാൻസ് ക്ലാസ് കൊലപാതകങ്ങളായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ 3 കൊച്ചു സ്കൂൾ കുട്ടികളെ കൊലപ്പെടുത്തിയ ഈ കൗമാര കുറ്റവാളി മറ്റ് 10ഓളം പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്രേ. പക്ഷേ ബ്രിട്ടൻ ഈ വിവരങ്ങൾ അറിയുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതും ബ്രിട്ടൻ നിരോധിച്ച ഒരു കെമിക്കൽ കൈവശം വച്ചതിന് പിടിയിലായി വിചാരണയ്ക്കിടെയാണ് അവൻ നാടകീയമായി ഈ കുറ്റം സമ്മതിച്ചത്. സ്കൂളിൽ വെച്ച് അധ്യാപികമാരെ ബാറ്റ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയുമാണ് ഇവൻ. അതുകൊണ്ട് തന്നെയാണ് ആ സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. പക്ഷേ ഈ കൗമാര കുറ്റവാളി ജുവനൈൽ നിയമങ്ങൾ പ്രകാരം കരുതൽ തടങ്കലിൽ കഴിയേണ്ടവരാണെന്ന് വിവിധ നീതിന്യായ സംവിധാനങ്ങൾ വ്യക്തമാക്കിയിട്ടും അവനെ തിരികെ വീട്ടിലേക്ക് വിട്ട അധികൃതരുടെ അനാസ്ഥയാണ് ഈ 3 കൊച്ചു പെൺകുട്ടികളുടെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത്. ഇത് ബോധ്യമായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ കുറ്റവാളിയെ പ്രിവൻറ്റീവ് സംവിധാനത്തിലേക്ക് അയക്കാതെ അതിൽ വീഴ്ച വരുത്തിയ നിയമ, പോലീസ്, യുവജനകാര്യ വകുപ്പുകൾക്കെതിരെ ഇപ്പോൾ പൊതു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ കൗമാര കുറ്റവാളിയെ ജയിലിൽ ഒരു തീവ്രവാദിയായി തന്നെ പരിഗണിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി എവൻ കൂപ്പറും ഉറപ്പ് നൽകി. അതിലൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അമേരിക്കയിലും മറ്റും സ്ഥിരം സംഭവമായ ഇത്തരം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അതിരുകിടന്ന അതിക്രമങ്ങൾ അത് തടയാൻ UK-ലെ നിയമങ്ങൾ അപര്യാപ്തമാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ചുമത്തുമെന്നുമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പലതും സംഭവിക്കുന്നത്. സ്കൂളിൻ്റെ പേര് കളങ്കപ്പെടാതിരിക്കാനും പല സ്വകാര്യ മാനേജ്മെൻറ്റുകളും ഇക്കാര്യങ്ങൾ പുറത്ത് പറയാതെ മാതാപിതാക്കളെ മാത്രം വിളിച്ചു വരുത്തി ഒതുക്കി തീർക്കുകയാണ് പതിവ്. നാണക്കേട് ഭയന്ന്, അപമാനം ഭയന്ന് മാതാപിതാക്കളും പുറത്തത് പറയാറില്ല. അങ്ങനെ ചെയ്യരുത് ദയവായിട്ട്. അത് സ്കൂൾ അധികൃതർ ചെയ്യുന്ന, ആ കുട്ടിയോട് ചെയ്യുന്ന, സമൂഹത്തോട് ചെയ്യുന്നൊരു ക്രിമിനൽ കുറ്റമാണ്. ഇത്തരം കുറ്റവാസനയുള്ളവരെ അത് എത്ര ചെറിയ കുട്ടിയായാലും ഇവിടെ ചികിത്സിക്കാനും കൗൺസിലിംഗ് നൽകി പരിഹരിക്കാനുമുള്ള സംവിധാനമുണ്ട്. ഇത്തരക്കാരെ സമൂഹത്തിൽ വൈകൃത മനസ്സുമായി ഇറങ്ങി നടക്കാൻ അനുവദിക്കരുത്. സമൂഹത്തിൽ അവനുള്ള പരിഗണന കുട്ടിയെന്നും കൗമാരക്കാരെന്നുമുള്ളൊരു ഇളവായിരിക്കും. പക്ഷേ അവൻ്റെ മനസ്സിലുള്ളത് മറ്റ് പലതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സ്കൂളുകളിൽ തന്നെ കണ്ടെത്തി ചികിത്സ നൽകേണ്ടതാണ് അത്യാവശ്യമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റെങ്കിലും ഇനിയൊന്ന് ഓർക്കണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.